ഇത് മോനെ അടിച്ചു കേറി ബാ. ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ കട്ടൻ ചായയിൽ നിന്ന് തുടങ്ങി. കട്ടൻ ചായയൊക്കെ കുടിച്ചാൽ വന്ന ശേഷം പോയി മിറ്റമൊക്കെ അടിച്ച് വാരിയിട്ടോ. ഇവിടെ രാവിലെ അമ്മ ജോലിക്കൊക്കെ പോയ ശേഷമാണ് നമ്മൾ മിറ്റം അടിച്ച് വാരിയിടുന്നത്. അതിനുശേഷം ഞാൻ പോയി കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ച ശേഷം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും അരി ഉഴുന്നും വെള്ളത്തിലിട്ടു. പിറ്റത്തെ ദിവസത്തേക്ക് വേണ്ടിയുള്ള കാപ്പിക്ക്. പിന്നെ ഒരു സന്ധ്യയൊക്കെ ആയ സമയത്ത് ഞാനും തീയും കൂടെ വെറുതെ നമ്മുടെ മുറ്റത്തൂടെ അതിനെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടേ. സന്ധ്യ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ എടുത്ത് കാണിച്ച് എല്ലാവരും ബോറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക. ഈ പൂവും ചെടിയും കിളിയുടെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ വെറുതെ ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ നടക്കുക. അങ്ങനെ സന്ധ്യയായി വന്നു. അപ്പോഴത്തേക്കും പിന്നെ വിളക്ക് കത്തിക്കുന്നിടത്ത് താലത്തി വയ്ക്കാൻ വേണ്ടി പൂ പറിക്കുവാണേ. അങ്ങനെ കുറച്ച് തെറ്റിപ്പൂവും കുറച്ച് പുഷ്പമൊക്കെ പറിച്ചു നമ്മൾ നേരെ അകത്തേക്ക് പോയി. അകത്ത് പോയിട്ട് നേരെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നേ. അമ്പലത്തിൽ പോകുമ്പം മാല കെട്ടാൻ വേണ്ടി എടുത്താണ്. നമ്മൾ മാലയൊക്കെ കെട്ടി അമ്പലത്തിന് പോകാനൊക്കെ റെഡിയായി എത്തി. അങ്ങനെ സിദ്ധുക്കുട്ടനും ഞാനും അമ്മയും ദിയും ഞങ്ങളൊരുമിച്ച് അമ്പലത്തിൽ പോയി. സന്ധ്യയായി അമ്പലത്തിൽ പോകുന്നിടത്ത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ആകാശം കാണാൻ എന്ത് ഭംഗിയായിരുന്നു നോക്കിയേ. അങ്ങനെ അതിൻ്റെ ഒരു ക്ലിപ്പ് ചെറുതായിട്ട് എടുത്തതാണ്. നല്ല ഇരുട്ടിയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നിടത്ത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ താഴെ എത്തി. ഇനി സ്റ്റെപ്പ് കയറി വേണം അമ്പലത്തോട്ട് പോകാൻ. കുറച്ച് മേലോട്ട് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മേളിലെത്തി. അതിൻ്റെ കൊടിമരമൊക്കെ കാണുന്നില്ലേ? അവിടെ പുറത്ത് ലൈറ്റൊന്നും ഇടാത്തതുകൊണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ല ഇരുട്ടിയായിരുന്നില്ലേ? പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ചും കൂടി ഇരുട്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് നേരെ അടുക്കളയിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ മാവ് ആട്ടി വെച്ചു. നാളത്തേക്കുള്ള മാവ് അരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ നേരെ ആട്ടി വെച്ചു. ആ മാവൊക്കെ ആട്ടി വെച്ചിട്ട് പ്രത്യേകിച്ച് പിന്നെ വേറൊന്നുമില്ല. പിന്നെ കുറച്ച് ചക്കപ്പഴം കിട്ടിയായിരുന്നു. ഇപ്പം ചക്ക സീസൺ തീർന്നല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് കിട്ടിയ ചക്ക വരട്ടി വയ്ക്കാമായിരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ ചക്ക വരട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അധികം പോയായിരുന്നു. ഈ ചക്ക വരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ കയറി കണ്ടാൽ മതി. ഇതൊക്കെ പിന്നെ എല്ലാം റെഡിയായി കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിച്ചു. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.